51 ഗ്രാമത്തിൽ നിന്നുള്ള മണ്ണാണത്. ഈ മണ്ണുകൊണ്ടാണ് അത് ഉണ്ടായി ഈ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. സെൻട്രലായാലും ഇപ്പോൾ നല്ല പുരോഗതിയും കാര്യങ്ങളൊക്കെ വരുന്നു. ഇവിടെ വരട്ടേന്നേ, ജനങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 51 ഏരിയയിൽ നിന്ന് കൊണ്ടുവന്നുള്ള മണ്ണാണ്. മോദിയുടെ നാട്ടിൽ നിന്നുള്ള മണ്ണ് വരെ എടുത്തിട്ട് മണ്ണാണ് അതിൻ്റെ ഈ പടം ഉണ്ടാക്കാണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 51 ഗ്രാമത്തിൽ നിന്നുള്ള മണ്ണാണത്. ഈ മണ്ണുകൊണ്ടാണ് അത് ഉണ്ടായി ഈ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വേൾഡ് റെക്കോർഡാണത്. ആ, ഇത് മണ്ണാണ് അതിൻ്റെ. മണ്ണ് വേറെ പെയിന്റോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പറയില്ല. ഞാനിവിടെ ഇത് തുടക്കം മുതൽ ഇത് വന്ന് കാണുന്ന ഒരാളാണ്. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നിരിക്കുന്നു. പേരെനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. 51 ഗുജറാത്തിൽ നിന്ന് വരെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ നിന്ന് മൊത്തം 51 ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നുള്ള മണ്ണാണത്. ഈ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്. ബാബു എടക്കുന്ന് എന്ന് പറഞ്ഞ ഒരാളാണ്, തൃശ്ശൂർക്കാരൻ തന്നെയാണ് ആള്. വരച്ചിട്ടുള്ള ആളാണ്. ആൾ ഒരുപാട് ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ഇതൊരു 10 ദിവസത്തോളം ഉണ്ടാവും ഇത് വരയ്ക്കാൻ തുടങ്ങിയിട്ട്. 10 ദിവസം ഉണ്ടാവും. രാവിലെ അവർ ഇവിടെ ഫുള്ള് ഇവിടെ ആയിരുന്നു. രാത്രി വീട്ടിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാൻ 8-10 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാവും. വൈകിട്ട് വരെ രാത്രി 10 മണി വരെയൊക്കെ അവരിവിടെ വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 10 ദിവസത്തോളമായിട്ടുണ്ട്. കൂടുതൽ അതിൽ കൂടുതലായിട്ടുണ്ട്. എനിക്ക് എൻ്റെ അറിവിൽ 10 ദിവസമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആയിരിക്കാം, കൂടുതലായിരിക്കാം. കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് അത്രയും. ഇതിപ്പം മോദിജി വരുന്നത് സുരേഷ് ചേട്ടൻ ഒരു സപ്പോർട്ടാവോ, ഇതാവോ? തീർച്ചയായിട്ടും അത് അങ്ങനല്ലേ അതിൻ്റെ വരേണ്ടത്. കാരണം പുള്ളി ഇങ്ങനെ ജയിപ്പിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം. കാരണം നമുക്ക് വേണ്ട ഒരു മാറ്റങ്ങളൊക്കെ അല്ലേ, അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അത് തീർച്ചയായിട്ടും അതങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ, ശോഭന, എല്ലാ സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ എല്ലാ ആൾക്കാരും ഇപ്പം ഇന്നിവിടെ എത്തുന്നുണ്ട്. എല്ലാവരും എത്തുന്നുണ്ട്. പരമാവധി എല്ലാവരും ഇവിടെ എത്തിക്കുക എന്നുള്ളതാണെന്ന് ഇവിടുത്തെ സംഘാടകർ ഉദ്ദേശിച്ചതും തീരുമാനമെടുത്തുള്ളതും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ നിന്ന് നല്ലൊരു ചുവടുവെപ്പായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല മനുഷ്യനാണല്ലോ. ഒരുപാട് നന്മയിലൂടെ നീങ്ങുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആവാം പ്രയോജനമാണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇടയാക്കി മാറ്റും എന്നുള്ളതാണ് നമ്മളെല്ലാവരും പൊതുവെയുള്ള അഭിപ്രായം, എൻ്റെയും കൂടിയുള്ള അഭിപ്രായം. കാരണം എത്രയോ വർഷമായി നമ്മളിവിടെ ഇങ്ങനെ കാണുന്നത് ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. മാർക്കറ്റിൻ്റെ കാര്യമായാലും അറിയാലോ, വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ കാര്യമായാലും ഒക്കെ അവർ പറഞ്ഞതും എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കതൊരു പ്രചോദനം തന്നെയാണ്. ആളുടെ വാക്കുകളും നമ്മളും വിശ്വസിക്കുന്നു അത് തന്നെയാണ്. നമുക്ക് നാളെ അത് ഒന്നും കൂടി ബെറ്റർ ആവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവും, ഒരു പക്ഷേ അതാവും. അദ്ദേഹത്തിന് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്കും ഈ ഇവിടെ കൂടുന്ന എല്ലാ ജനങ്ങൾക്കും പറയാനുള്ളത്. ഈ പാർട്ടിപരമായിട്ടല്ലാതെ നിഷ്പക്ഷമായിട്ട് കുറേ വോട്ടുകൾ ഉണ്ടാവില്ലേ സാധാരണപ്പെട്ട ജനങ്ങൾ? ഇത് രണ്ട് പാർട്ടിയിലും വിശ്വസിക്കാത്ത, ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്ത സാധാരണക്കാരായ ആൾക്കാർ, അവർ ഈ പാർട്ടിയുടെ സംബന്ധിച്ച് ഒരു സമയത്ത് ഇതിന് അത്ര സപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടായില്ല. BJP എന്നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടിങ് കുറവായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുവിധം അമ്മമാരും പ്രായമുള്ളവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. പ്രായമുള്ളതും ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിഷ്പക്ഷമായിട്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു നല്ല ശതമാനം വോട്ട് അതിൽ നിന്ന് തന്നെ കവറാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ സജീവമായിട്ടുള്ള BJPയും ഇടയിലുള്ള ആൾക്കാരും കൂടി ആകുമ്പോൾ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇത്രയും വർഷമായില്ലേ ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
സെൻട്രലായാലും ഇപ്പോൾ നല്ല പുരോഗതിയും കാര്യങ്ങളൊക്കെ വരുന്നു. ഇവിടെ വരട്ടേന്നേ, ജനങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. അല്ല, ഇതല്ല അതിൻ്റെ നല്ല വശം. മാറ്റം അനിവാര്യം, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവട്ടെ. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അറിയാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത്രയും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇന്നത്തോട് വ്യക്തമാവും നമുക്കതിൻ്റെ ഒരു സ്ട്രക്ചർ.